നമസ്കാരം. മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. സത്യനന്ദിക്കാടിന്റെ കുടുംബ ചിത്രം ആദ്യ 2 ദിവസം കേരളത്തിൽ നേടിയത് 6 കോടിക്കടുത്ത് കളക്ഷനായിരുന്നു. എന്നാൽ മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലിന്റെ പുതിയ ചിത്രം ബോക്സ് ഓഫീസിന് പുതിയ പ്രതീക്ഷയാവുകയാണ്. ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 10 കോടി രൂപയാണ് ചിത്രം നേടിയത്. നെറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും വൈനോട്ട് സ്റ്റുഡിയോസും ചേർന്ന് നിർമ്മിച്ച പ്രണവ് മോഹൻലാൽ ചിത്രം ഡിയസ് ഇഴെ ഒക്ടോബർ 31-നാണ് ആഗോള റിലീസായി എത്തിയത്. ക്രോധത്തിന്റെ ദിനം എന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്ന ടാഗ്ലൈനോടെ എത്തിയ ഹൊറർ ത്രില്ലറാണിത്. ആഗോള കളക്ഷനിൽ 18 കോടിയായി ഇതിനോടകം. ഇതോടെ ഈ ചിത്രവും 100 കോടി കടക്കുമെന്നാണ് പ്രതീക്ഷ. ഭ്രമയുഗം എന്ന വിജയ ചിത്രത്തിനു ശേഷം രാഹുൽ സദാശിവൻ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. ആദ്യ ദിവസം 11 കോടിയോളം നേടിയ ചിത്രം രണ്ടാം ദിവസം 7 കോടി കൂടി നേടി മൊത്തം കളക്ഷൻ 18 കോടിയിൽ ആഗോള കളക്ഷൻ എത്തിച്ചു. അടുത്ത കാലത്ത് ലോക ചാപ്റ്റർ 1 എന്ന ചിത്രം മലയാളത്തിൽ നിന്ന് 200 കോടി ക്ലബിൽ കളക്ഷൻ നേടിയിരുന്നു. ഇതും ഹൊറർ മോഡിലുള്ളതായിരുന്നു. ഈ സിനിമയ്ക്ക് ആദ്യ 2 ദിവസം ഇന്ത്യയിൽ നിന്ന് കളക്ഷനായി കിട്ടിയത് 8.5 കോടിയോളമായിരുന്നു. ഈ കണക്കും പ്രണവിന്റെ DSERA കടത്തിവെട്ടുന്നുണ്ട്. മോഹൻലാലിന്റെ മകന്റെ ചിത്രം 200 കോടി നേട്ടമുണ്ടാക്കുമെന്നതിന്റെ സൂചനയാണിത്. OTTയും സാറ്റലൈറ്റും അടക്കം 200 കോടി ക്ലബിൽ പ്രണവ് ചിത്രം എത്തിയാൽ അത് പുതിയ സൂപ്പർ സ്റ്റാറിന്റെ ഉദയമാകും. ലോകയിൽ പ്രിയദർശന്റെ മകൾ കല്യാണിയായിരുന്നു നായിക, പ്രണവിന്റെ കളിക്കൂട്ടുകാരി. കല്യാണിക്ക് ലോക നൽകിയത് ലേഡി സൂപ്പർ സ്റ്റാർ പദവിയാണ്. ഇപ്പോൾ ലാലിന്റെ മകനും മറ്റൊരു ഹൊററുമായി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തുന്നുണ്ട്. ഉദ്യോഗവും ആകാംക്ഷയും നിറഞ്ഞ DSERA എന്ന ഹൊറർ ത്രില്ലറിനും പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഗംഭീരമായ ദൃശ്യങ്ങളും ക്രിസ്റ്റോ സേവ്യർ ഈണമിട്ട് ശ്രദ്ധേയമായ ഗാനങ്ങളും ചിത്രത്തിന്റെ സാങ്കേതിക നിലവാരം ഉയർത്തുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് ലഭിച്ച ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ചക്രവർത്തി രാമചന്ദ്ര, ശശികാന്ത് എന്നിവർ ചേർന്നാണ്. കേരളത്തിൽ E4 എക്സ്പെരിമെന്റ്സ് ആണ് ചിത്രം വിതരണം ചെയ്തത്. ഇന്ത്യക്ക് പുറത്ത് ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ്സ് വിതരണ ചുമതല ഏറ്റെടുത്തു. കർണാടകയിൽ VK ഫിലിംസും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ തിങ്ക് സ്റ്റുഡിയോസും വിതരണം ചെയ്യുന്നുണ്ട്. USA-യിൽ പ്രൈം മീഡിയ US-ഉം നോൺ GCC രാജ്യങ്ങളിൽ ബർക്ക് ഷെയർ ഡ്രീം ഹൗസ്, ഇസാനഗി ഫിലിംസ് എന്നിവരും ചിത്രം എത്തിച്ചു. എല്ലായിടത്തും മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക്. മലയാള സിനിമയെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷത്തെ പോലെ മികച്ച വർഷമാണ് കടന്നുപോകുന്നതും തുടരെ മികച്ച ജനപ്രീതി തേടുന്ന വിജയ ചിത്രങ്ങൾ സംഭവിക്കുന്നുണ്ട്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ എന്ന റെക്കോർഡ് 2 തവണ തകർക്കപ്പെടുന്നതിനും ഈ വർഷം തന്നെ സാക്ഷ്യം വഹിച്ചു. DSERA ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് 11.63 കോടി രൂപയാണ്. മോളിവുഡിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച മൂന്നാമത്തെ ഓപ്പണിംഗ് ആണിത്. 68.2 കോടി നേടിയ എമ്പുരാൻ, 17.18 കോടി നേടിയ തുടരും എന്നിവയാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ. മോഹൻലാലിന്റെ ഓണച്ചിത്രം ഹൃദയപൂർവ്വമാണ് 4ാമത്. 8.43 കോടിയാണ് ഓപ്പണിംഗ്. 5ാമത് മമ്മൂട്ടിയുടെ ബസൂക്കയും 6ാമത് നിലവിൽ മലയാളത്തിലെ ഹയസ്റ്റ് ഗ്രോസറായ ലോകയുമാണ്.